ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ കണ്ടല്ലോ, നമ്മളിനി ബുർജ് ഖലീഫയോടും ദുബായ് മാളിലൂടെയൊക്കെ വിട പറയാൻ കേട്ടോ. ഇത് ഒരിക്കൽ കൂടെ ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഒന്ന് കയറി ഇറങ്ങട്ടെ വിചാരിച്ചിട്ട് ഞാൻ ഓടി നടന്ന് വീഡിയോ എടുക്കുക കേട്ടോ. ബുർജ് ഖലീഫയുടെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് കേട്ടോ ഈ സംഭവം. ഇതിൻ്റെ അകത്ത് കൂടെ അങ്ങോട്ട് പോയാൽ എന്തെന്നാ പിന്നെ കഴിക്കാനുള്ള ഫുഡും അങ്ങനത്തെ കാര്യങ്ങൾ കുറേ സംഭവങ്ങളുണ്ട് അവിടെ കേട്ടോ കാണാൻ. വീണ്ടും ഞാൻ ബുർജ് ഖലീഫിനെ ഒരിക്കൽ കൂടി എടുക്കുകയാണ്. ലോകത്തിൻ്റെ അത്ഭുതമല്ലേ കാണുന്നത്. എന്ത് ഭംഗിയില്ലേ, വീണ്ടും ഞാൻ ആവർത്തിക്കണു എന്ത് ഭംഗിയില്ലേന്ന്. ജനങ്ങൾ കണ്ടില്ലേ അവിടെ, മറ്റേ എന്താ പറയുക, മത്തി അടിക്കുക പോലെ നിൽക്കുന്നുണ്ട്, അത്രയും ആളുകളാണ്. എന്തായാലും ശരി, ഇനിയിപ്പോൾ വീണ്ടും അത് കണ്ടു കഴിഞ്ഞ് ഐ ലവ് ദുബായ് കണ്ടില്ലേ, മാളിൽ കൂടെ തന്നെ വീണ്ടും കയറിയിട്ട് വേണം നമുക്ക് പോവാൻ. അങ്ങനെ ഞങ്ങളിതാ അതിനെ ആരും കാണാനില്ല കേട്ടോ. ഞാനിങ്ങനെ ഓടി നടന്ന് വീഡിയോ എടുക്കുകയാണ്. മാളിൻ്റെ അകമാണ് ഇതൊക്കെ. ഓരോ ഭാഗത്തും ഓരോരോ കച്ചവടക്കാരനല്ലേ. അല്ല അപ്പം എന്താ പറയുക, ഇവിടെ മാളയാണെങ്കിൽ അപ്പുറത്ത് മാല. അതുണ്ട് ആ ഗോപുരങ്ങളൊക്കെ, ചില്ലിൻ്റെ ഗോപുരങ്ങളൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. നമ്മൾ കണ്ട എല്ലാ സംഭവങ്ങളും ബുർജ് ഖലീഫയൊക്കെ അവിടെ ചില്ലുകൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം, പക്ഷേ ഉണ്ടല്ലോ റേറ്റ് താങ്ങാൻ കഴിയൂല. പിന്നെ ഈ കോസ്റ്റ്യൂമൊക്കെ ഇട്ട പ്രതിമനെ കണ്ട് ശരിക്കും അറബി നിൽക്കണ പോലെ ഉണ്ട് കേട്ടോ. കണ്ടല്ലേ എന്ത് ഭംഗിയാ. ഇത് ശരിക്കുള്ള അറബിയാണേ, അത് കോസ്റ്റ്യൂമൊന്നുമല്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാനിതാ അങ്ങനെ വീഡിയോ എടുക്കണു. ഇവരെയൊന്നും കാണാനില്ല, കൂട്ടത്തിൽ അവരെ തിരയണമുണ്ട്. അപ്പോൾ ഉണ്ടതാ പോണു ബേബിയും പാപ്പയും എൻ്റെ ബുഷൊക്കെ അതാ പോണു. അപ്പോൾ ഞാൻ ഒന്നും കൂടെ നമ്മൾ എത്ര മുകളിലാണ് നോക്കി നോക്കാം അല്ലേ. മാളിൻ്റെ അകത്ത് എത്ര മുകളിലാണ് നമ്മൾ. അടി കണ്ടില്ലേ കാണുന്നത്. എസ്കലേറ്റർ കറങ്ങുന്നുണ്ട്, അവിടെ കോഫി ഷോപ്പുണ്ട്, ഫുഡ് കഴിക്കണതുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെന്താ പറയുക, കമിതാക്കളുണ്ട്, ദമ്പതിമാരുണ്ട്, പ്രണയിനികളുണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, ദമ്പതിമാരുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. ഇതാ കുഞ്ഞാറ്റ ആരുടെ കയ്യിലപ്പോൾ കുറുമ്പി, മനുവിൻ്റെ. അടിക്കടി ഹം ഹം എന്ന് പറയുന്നുണ്ട് അവൾ, ഒറ്റ എന്ന് പറയുന്നുണ്ട് അവൾ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കുള്ള കാഴ്ചയുണ്ട്, കാറും വണ്ടികളൊക്കെ പോണ കാണുന്നില്ലേ. എത്ര മുകളിലാണ് നമ്മളെപ്പോലെ. അതാ കാണുന്നു ബുർജ് ഖലീഫ. വീണ്ടും ടാറ്റ ബൈ ബൈ പറയുന്നുണ്ട് ഞാൻ ബുർജ് ഖലീഫൻ്റെ അടുത്ത്. ഇനി അങ്ങനെയല്ലേ, എന്താ അറിയുക, ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ ബുർജ് ഖലീഫിനെ നമുക്ക് കാണാൻ കഴിയുമെന്ന് വിചാരിക്കണേന്. കാരണം ഇതിപ്പോൾ തലയെടുപ്പോടുകൂടെ ഇങ്ങനെ നിൽക്കല്ലേ ആള്. ഇനി നമുക്ക് എന്താക്കണം, റൂം വേറെ മാറ്റണം എന്ന് പറയുന്നുണ്ട്. നമ്മൾ ആ റൂമിൽ നിന്ന് വേറെ റൂമിലേക്ക് പോണത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് കാര്യമായിട്ടൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇന്നത് ഭയങ്കര ക്ഷീണം എനിക്ക്. ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, നിങ്ങൾ ആ ചെയ്തല്ലാത്ത ഉപകാരം ഒന്ന് ചെയ്യുമോ? ഇത് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഓക്കെ അല്ലേ. ഇനി നാളെ ഒന്ന് റൂമൊക്കെ എടുത്തിട്ട് ഞാൻ ആ റൂമും കാണിച്ചു തരാം, നാളെ പോണ സ്ഥലവും കാണിച്ചു തരാം, ഓക്കെ അല്ലേ. അപ്പോൾ ഞാൻ കൽമിലെങ്കി നാളെ കാണാം. ഓക്കെ, ടാറ്റ ബൈ ബൈ, സി യു.